വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. കൂടാതെ BJP കൊടുത്തൊരു വാഗ്ദാനം കൂടിയാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടത്തിൽ നിന്നും കൊയ്യുന്ന നമ്മുടെ നിറപുത്തരിക്ക് ആവശ്യമായിട്ടുള്ള കതിരുകൾ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന നിമിഷം തന്നെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ നമ്മുടെ നിറപുത്തരിക്ക് ആവശ്യമായിട്ടുള്ള കതിര് പഴമക്കാർ കൊയ്തുകൊണ്ടിരുന്ന പുത്തരിക്കണ്ടത്തിൽ, അതായത് പത്മനാഭൻ്റെ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ അടുത്ത് ഒരു കണ്ടമുണ്ട്. പണ്ട് പുത്തരിക്കണ്ടം മുഴുവൻ കണ്ടമായിരുന്നു. തീർച്ചയായിട്ടും ആ കണ്ടത്തിൽ നമ്മൾ ഞാറ് നട്ട് കഴിഞ്ഞ 109 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആരാധ്യനായ മേയർ PV രാജേഷിൻ്റെ നേതൃത്വത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കിയ നമ്മുടെ ഞാറ് നടുകയും ആ ഞാറ് നട്ടിട്ട് കഴിഞ്ഞ 109 ദിവസം ഇന്ന് തികയുകയാണ്. തീർച്ചയായിട്ടും 100 മേനി ഞാറ്റുവേലയ്ക്ക് വിതച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100 മേനി കൊയ്യുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 100 മേനി കൊയ്യുവാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 3 മാസത്തെ കഠിനമായ ചൂട്, ആ ചൂടിനിടയിലും ആ കണ്ടം, അതായത് തരിശു ഭൂമിയായിരുന്നു, ആ തരിശു ഭൂമിയെ ഉഴുതുമറിച്ച് അക്ഷരാർത്ഥത്തിൽ ഒരു കൃഷിസ്ഥലമാക്കിക്കൊണ്ട് ആ കൃഷിസ്ഥലത്ത് നിന്നും ഞാറുകൾ നട്ട് നമുക്ക് ആവശ്യമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 3-ാം തീയതി നടക്കുന്ന നിറപുത്തരിക്ക് ആവശ്യമായിട്ടുള്ള പുത്തരി നമുക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു. നമ്മുടെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർഷകർ പുത്തരിക്കണ്ടത്ത് കൊയ്യുന്ന ഈ കതിര് അവർ തലച്ചുമടായി ഈ പത്മനാഭൻ്റെ കിഴക്കേ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് കുറേ കാലങ്ങളായി, ഏകദേശം 10-50 വർഷം കൊണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ മേയറിൻ്റെ സാന്നിധ്യത്തിൽ മേയർ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ തലച്ചുമട് കർഷകർ ചുമന്നെടുക്കുന്നത് മാതിരി ആ കൃഷി ചെയ്ത നെൽക്കതിര് തലച്ചുമടായി നമ്മുടെ മേയറുടെ നേതൃത്വത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ 101 കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നമുക്ക് തിരുസന്നിധിയിൽ എത്തിക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ അനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പത്മനാഭസ്വാമിയാണ് എല്ലാത്തിനും സാക്ഷി. നമ്മുടെ സമ്പൽ സമൃദ്ധിക്ക് സാക്ഷി പത്മനാഭസ്വാമിയാണ്. നമ്മുടെ ഐശ്വര്യത്തിൻ്റെ സാക്ഷി അതും പത്മനാഭസ്വാമിയാണ്. സമ്പൽ സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പ്രതീകം നമ്മുടെ പത്മനാഭസ്വാമി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശ്വാസം നമുക്ക് നേടിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രവൃത്തി ചെയ്തു തീർക്കുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും തുടർ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ചടങ്ങ് അത് മുടങ്ങാതെ കൊണ്ടുപോകുവാനാണ് പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ അനുഗ്രഹവും നമ്മുടെ എല്ലാവർക്കും, പത്മനാഭൻ്റെ തിരുമുറ്റത്തുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു.